അങ്ങനെ നമ്മുടെ കുരുമുളക് ഇട്ട് വരട്ടിയ ചിക്കൻ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പെപ്പർ ഫ്രൈ ആണ്. നമുക്കെന്നാ വീഡിയോയിലേക്ക് പോയാലോ. ചിക്കൻ 1 കിലോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, നാരങ്ങ അരമുറി, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമ്മുടെ മസാല ഫ്രൈക്ക് വേണ്ടിയുള്ള ഐറ്റംസ്: സവാള 3 എണ്ണം അരിഞ്ഞത്, മുളക് 1 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ. പിന്നെ അതിനുവേണ്ടിയുള്ള മസാല 1.5 ടീസ്പൂൺ വീതം ഗരം മസാലയും പെരുംജീരകവും, 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്. തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങാനീര് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ചിക്കൻ ഒന്ന് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ വെക്കാം. അപ്പോഴത്തേക്കും മസാലയും നാരങ്ങയുടെ ഫ്ലേവറും ഒക്കെ ചിക്കന് നന്നായിട്ട് പിടിച്ചു കിട്ടും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും മുളകും കറിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുക്കാം. സവോളയുടെയും മുളകിൻ്റെയും ഒക്കെ പച്ചനിറം മാറുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒന്ന് വരണ്ട, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാലയെല്ലാം സവോളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഈ മസാല നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. സൂപ്പറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ.